നമസ്കാരം. മലയാളീസ് മമ്മി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഫോർമുല ഫീഡ് പ്രിപ്പറേഷനാണ്. സാധാരണ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ഹോസ്പിറ്റൽ റെക്കമെൻഡേഷൻ 6 മാസം വരെയും ആ കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂന്നാണ്. പക്ഷേ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ബ്രസ്റ്റ് മിൽക്ക് കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഫോർമുല ഫീഡാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫോർമുല ഫീഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു സ്റ്റെറിലൈസ്ഡ് ബോട്ടിൽ വേണം. ഇത് സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചൊരു ബോട്ടിലാണ്. ഈ ലിഡും ഇതിൻ്റെ നിപ്പിളും സ്റ്റെറിലൈസ്ഡ് ആണ്. ഈ പാത്രവും സ്റ്റെറിലൈസ്ഡ് ആണ്. ഇത് നിലത്ത് ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വാട്ടർ വേണം. അത് 70 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉത്തമം. നമ്മൾ വെള്ളം തിളപ്പിച്ച ശേഷം ഒരു ഹാഫ് ആൻ അവർ വയ്ക്കുമ്പോഴേക്കും അത് 70 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറും. അല്ലെങ്കിൽ നമ്മളൊരു തണുപ്പ് കാലമൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ വാട്ടർ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് 180 ml ആണ്. 180 ml ഞാനിപ്പോൾ ഇതിലൊഴിക്കുകയാണ്. 180 ml ഇങ്ങനെ ഒഴിച്ചിട്ട് ഓക്കെ. ഇപ്പോൾ ഇത് കൂടുതലാണെങ്കിൽ ഡിസ്പോസ് ചെയ്യണം. നമ്മളെടുത്ത വാട്ടറിൻ്റെ അളവ് കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഐ ലെവലിൽ പിടിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ 180 ml കറക്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് പൗഡർ ആഡ് ചെയ്യണം. ഇപ്പം ഞാൻ നാൻപ്രോ അതാണ് എടുത്തിരിക്കുന്നത്. നാൻപ്രോ 1 ആണ് എടുത്തിരിക്കുന്നത്. ഇത് 30 ml ഒരു സ്കൂപ്പ് വെച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. മിക്കവാറും എല്ലാ ഫോർമുലേഴ്സും ഇങ്ങനെ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു സ്കൂപ്പ് എടുക്കാം. ഫസ്റ്റ് നമ്മളിങ്ങനെ എടുത്തിട്ട് നിറച്ചിങ്ങനെ കോരി ഇടരുത്. കുറേ അങ്ങോട്ട് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇതിൻ്റെ വക്കും ഇത് കണ്ടോ, അതിങ്ങനെ കറക്റ്റായിട്ട് തൂത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സ്കൂപ്പ് കറക്റ്റ് കിട്ടും. അത് നമുക്ക് ആഡ് ചെയ്യണം. ഇങ്ങനെ ഇപ്പോൾ 180 ml ഉള്ളത് കൊണ്ട് ഇതിൽ 6 സ്കൂപ്പ് ആഡ് ചെയ്യണം. ഞാൻ 6 സ്കൂപ്പ് ആഡ് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പോൾ 6 സ്കൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്, കണ്ടോ. ഇനി ഇത് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ ലിഡ് എടുത്തിട്ട് ഞാൻ ഈ നിപ്പിളിനെ ഒന്നും ടച്ച് ചെയ്യുന്നേ ഇല്ല കേട്ടോ. ക്ലോസ് ചെയ്തു. അത് ടൈറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്യണം ഇതുപോലെ. ശരിക്കും ഒരുപാട് കാരണങ്ങളുണ്ട് ബ്രസ്റ്റ് മിൽക്ക് കുറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബ്രസ്റ്റ് മിൽക്ക് കുറവുള്ളവർക്കും ഇപ്പോൾ ഹോർമോൺ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ഫീഡ് കൊടുക്കാൻ പറ്റാത്തവർക്കും പിന്നെ വർക്കിംഗ് മദേഴ്സിനൊക്കെ ആണെങ്കിൽ ഫോർമുല ഫീഡ് അല്ലാതെ വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ല 6 മാസം വരെയും. അതിനുവേണ്ടി നമ്മൾ കുറുക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഇപ്പോൾ ഞാൻ തണുപ്പിക്കാൻ വെക്കാൻ പോവാം. ഇത് ഇങ്ങനെ തന്നെ ഭയങ്കര ചൂടിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ വാട്ടർ എടുത്തിട്ട് അതിൽ ഡിപ്പ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ. നമുക്ക് കുറച്ച് വേഗം വേണമെന്നുണ്ടെങ്കിൽ ഐസ് വാട്ടറിൽ വയ്ക്കാം, അല്ലെങ്കിൽ നോർമൽ വാട്ടറിലാണെങ്കിലും വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഇത് കൊച്ചിന് കുടിക്കാൻ പാകത്തിനായിട്ട് മാറും. അത് കഴിഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തിട്ടേ കൊച്ചിന് കൊടുക്കാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായ പൊള്ളിപ്പോവില്ലേ, അതുകൊണ്ട് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ ഈ ഭാഗത്ത് ഡോസൽ സർഫേസ് എന്നാണ് പറയുക. അവിടെ ടെമ്പറേച്ചർ നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാൻ പറ്റുന്നത്. അവിടെ ഇങ്ങനെ ഇറ്റിച്ച് നോക്കണം. അപ്പോൾ നമ്മുടെ കൈ പൊള്ളുന്നുണ്ടെങ്കിൽ ഒരിക്കലും കൊടുക്കരുത്. അധികം തണുത്തതാണെങ്കിലും കൊടുക്കരുത്. പിന്നെ ഇളം ചൂടോടെ കുടിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. അതുകൊണ്ട് ഇളം ചൂട്, പൊള്ളാത്ത സൈസ് ചൂട്, മനസ്സിലാവുന്നുണ്ടോ, അങ്ങനെയാണ് കൊടുക്കേണ്ടത്. നമുക്ക് ചൂടോടെ തന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ തണുക്കാൻ വയ്ക്കാതെ എടുത്തിട്ട് ഇതുപോലത്തെ ഒരു ടവലിൽ ഇങ്ങനെ പൊതിഞ്ഞെടുക്കാം. എന്നിട്ട് ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചാൽ മതി. ഒരു 3 hours വരേക്കും ഇതിങ്ങനെ തന്നെ ചൂടായിട്ടിരുന്നോളും. ഇപ്പം നമ്മളെങ്ങനെ ഫോർമുല ഫീഡ് ഉണ്ടാക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല 3 hours കഴിഞ്ഞിട്ട് തണുപ്പായി പോവുകയാണെങ്കിൽ അത് കൊടുക്കരുത്. പിന്നെ 3 hours മുമ്പും അതിന് ചൂടാറി പോവുകയാണെങ്കിലും കൊടുക്കരുത്. ഒരു സ്ലൈറ്റ് ചൂടുണ്ടാവുമല്ലോ, അപ്പം നിങ്ങൾക്കത് കൊടുക്കാൻ പാകത്തിനായിരിക്കും. ഓക്കെ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നു നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ ബെൽ ബട്ടനോട് ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമസ്കാരം.